ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ അന്നൂട്ടി എണീറ്റു. അപ്പോൾ രാവിലെ തന്നെ അന്നൂട്ടി ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ വരെയുള്ള ആദ്യത്തെ പരിപാടിയാണ് കത്തെഴുതുക. അപ്പോൾ അമ്മയുടെ ചേച്ചിക്കാണ് കത്തെഴുതുന്നത്. അതൊക്കെ കഴിഞ്ഞ് വരെ ആൾ ബ്രഷ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ എഴുന്നേക്കാനായിട്ട്. അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചിരട്ടപ്പുട്ടാണ് ഇന്ന് ഉണ്ടാക്കി. നല്ല പഴമൊക്കെ ഇട്ട് ഒന്നിച്ച് അങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ ലോലിപോപ്പും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കുറച്ചെണ്ണം അവർക്ക് പൊരിച്ചും കൊടുത്തു. ഇത് മൈലോ ആണ് കേട്ടോ കാണിക്കുന്നത്. മൈലോ അന്നൂട്ടി കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിൽ 3-in-1 പാക്കറ്റാണ്. അതിൽ ആ സാഷറ്റ് പൊട്ടിക്കും, എന്നിട്ട് വെള്ളം തിളപ്പിക്കും, എന്നിട്ട് അത് അതിലേക്ക് ഒഴിക്കും. പാലിലും ഇതുണ്ടാക്കി കുടിക്കാം. പാലിലാക്കി കഴിഞ്ഞാൽ അവളത്ര കുടിക്കാറില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. സോ പുട്ടിന് കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ കട്ടൻ ചായ. അപ്പോൾ അതുകൊണ്ട് പുട്ടിന് കൂടെ കട്ടനും ഉണ്ടാക്കി. ഞാനും അമ്മയും പുട്ടും കട്ടനും കഴിച്ചു. അന്നൂട്ടി അത് കഴിച്ചില്ല. അന്നൂട്ടിക്ക് ഈ ഫ്ലേക്സ് ഉണ്ട്. പിന്നെ ഈ പിട്ടും പഴത്തിൻ്റെയും കൂടെ ഈ ഫ്ലേക്സ്, ഇതെന്ന് പറയുന്നത് കില്ലോഗ്സ് മിസലി ഫ്ലേക്സ് ആണ്. അതിൽ വീറ്റ് ഓട്സും ഒക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? അതെ, അത് വഴിയെ കാണിക്കാം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ 2 വീലർ എടുത്തിട്ടാണ് പോയത്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ എത്തി. അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി പോവാം. അന്നു വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ പിള്ളേരുണ്ടല്ലോ, അവർ നമ്മളടുത്ത് എന്തെങ്കിലും ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളെക്കൊണ്ട് അത് സാധിക്കുന്നതാണെങ്കിൽ ഒന്ന് ചെയ്തു കൊടുത്തേക്കാം കേട്ടോ എല്ലാവരും. അവർക്കത് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എൻ്റെ ദൈവമേ, നമ്മൾ പിന്നെ ലൈഫിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആ ഒരു ദിവസമൊന്നുമല്ല, അവരുടെ ഹാപ്പിനെസ് അതെല്ലാം നമുക്ക് വേണ്ടേ. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇത് നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ദ വെരി ക്ലീനസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഐ ഹാവ് എവർ സീൻ. പിന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ തറവാട് ട്രെയിൻ എന്ന് പറയുന്ന പോലെ മെമു. സോ എറണാകുളത്ത് നിന്നേക്കും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിക്കും ഞങ്ങൾ മാറിയേരെ. എറണാകുളം ചങ്ങനാശ്ശേരി ടു എറണാകുളം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രെയിനാണ് മെമു. വളരെയധികം കൂൾ ട്രെയിനാണ്. വളരെ ക്യൂട്ടാണ്. പെട്ടെന്ന് പോവും, പെട്ടെന്ന് സ്ഥലം എത്തും, ഒരു ബോറടിയുമില്ല, നല്ല വെന്റിലേഷനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആക്ച്വലി നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് തൊട്ടടുത്താണ്. എവിടെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ദൂരേ ഉള്ളൂ ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അതിനൊക്കെ എൻ്റെ അടുത്ത് നിന്നും അമ്മേൻ്റെ അടുത്തേക്ക് മാറിയിരുന്നപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സ്റ്റേഷനെത്തി. സ്ഥലം എവിടെ ഇറങ്ങാൻ പോകുന്നതല്ലേ, ഇപ്പം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു. നമ്മുടെ സ്ഥലമൊക്കെ എത്താനായി. ഇതാണ് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി. ഇവിടെ നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നല്ലേ ഇപ്പം കാണിക്കാം കേട്ടോ. ആക്ച്വലി ബസ്സിന് പോവാം, പക്ഷെ നമുക്കത് അറിയാത്തത് കൊണ്ടാണ് ഓട്ടോയ്ക്ക് പോയത്. ഓട്ടോയ്ക്ക് ഏകദേശം ഒരു 180 റുപ്പീസാണ് ആയത് സ്ഥലം എത്താനായിട്ട്. കണ്ടോ, ഇത് ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കോട്ടയം ലുലു ഹൈപ്പർ മാർക്കറ്റ്, അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ പോയി. മുന്നിൽ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ഓട്ടോ ചേട്ടൻ നമ്മളെ റോഡ് സൈഡ് ഇറക്കി വിട്ടു. അപ്പോൾ അവിടെ നിന്ന് മെല്ലെ നടന്ന് അന്നൂട്ടി അമ്മയും മുന്നിൽ നടന്ന് അങ്ങനെ വേഗം പോവുകയാണ്. എൻട്രൻസ് വഴി കയറിയപ്പോൾ അതാ കാണുന്നു നല്ല അടിപൊളി തിരക്ക്, ഇഷ്ടം പോലെ ആൾക്കാർ. മുന്നിൽ കാണുന്നത് സെയിൽസാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ടാണ് കയറിയേ. നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ നേരെ ഇറങ്ങി അന്നൂട്ടിയുടെ ഡയറക്ഷൻ പ്രകാരം നമ്മൾ നേരെ മുകളിലേക്ക് എസ്കലേറ്റർ കയറി. മുകളിലാകെയുള്ളത് പ്ലേ ഏരിയ ഫഞ്ചൂറ ലുലുയുടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ളത് ഫുഡ് കൂപ്പാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ കയറിയത്. ഹൈപ്പർ മാർക്കറ്റിലൊന്നും കയറേണ്ട കാര്യമില്ലായിരുന്നു, കാരണം വീട്ടിലേക്കുള്ള ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആകെ എനിക്ക് വാങ്ങാനുള്ളത് വാഷിംഗ് സോപ്പാണ്. അത് വാങ്ങിയാലെന്ന് വിചാരിച്ചു. പിന്നെ ആ ഹൈപ്പർ മാർക്കറ്റിലെ തിരക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി വാങ്ങണ്ട, പുറത്ത് എവിടുന്നേലും വാങ്ങാതെ. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി. അപ്പോൾ അതിന് ഗെയിംസ് തുടങ്ങി. ഒന്ന് കഴിഞ്ഞ് അടുത്തത് അങ്ങനെ ഞാൻ റീചാർജ് ചെയ്തുകൊണ്ടേയിരുന്നു ഗൈസ്. അങ്ങനെ ഏകദേശം ഇതിനൊരു എൻഡില്ല എന്ന് തോന്നി. അന്നത് ഇപ്പോൾ കയറിയത് കാസിനോയിലാട്ടോ അവിടെയുള്ള. സോ അവിടെ കയറി അവിടെ നിന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 1 hour അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം. പക്ഷെ അന്നു മാക്സിമം ഒരു 1/2 hour അത്രയ്ക്കേ എടുക്കുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ കേട്ടോ, ആ ഒരു ഏരിയയുടെ ഉള്ളിൽ. പിന്നെ പുറത്തിറക്കി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി അവർക്ക് വേണ്ട ഗെയിംസ് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. കുട്ടികളുടെ ഐ കോണ്ടാക്ട്, ഐ കോർഡിനേഷൻ, അതുപോലെ തന്നെ മെമ്മറി, ഇതിനൊക്കെ വെച്ച് നല്ലൊരു ഗെയിമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം ഒരു പ്രാവശ്യമല്ലോ ഏകദേശം 2 പ്രാവശ്യം കളിച്ചു. ആദ്യം അന്നുവിന് തെറ്റിപ്പോയി. പിന്നെ അന്നു വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് പോയിൻറ്റ്സ് എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോ ഗെയിംസ്, ഓക്കെ, അത് ക്രേസുള്ള പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അന്നുവിനെ കൊണ്ട് കൂടുന്നില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ മെല്ലെ ആ സ്റ്റെയറിങ്ങിനെ കയറി പിടിച്ച് ഞാനും കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കളിച്ചു. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടി.
പിന്നെ അന്നു നെക്സ്റ്റ് ഗെയിമിലേക്ക് മെല്ലെ ചാടാൻ തുടങ്ങി. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, അടുത്തയിലേക്ക് പോവാന്ന്. അങ്ങനെ അന്നു ബൈക്ക് റേസിങ്ങിലേക്ക് കയറി. ബൈക്ക് റേസിങ്ങിലേക്ക് കുറേ ചരിയുന്നു, മറിയുന്നു, മതിലിടിക്കുന്നു, പൊട്ടുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ആ ഒരു ഗെയിമും എൻ്റെ പോയി. പിന്നെ അത് കഴിഞ്ഞ് അന്നു ഇങ്ങനെ കുറേ തിരിഞ്ഞ് കളിച്ച് നേരെ പോയത് ഫാഷൻ സ്റ്റോറിലേക്കാണ്. അന്നുവാണോ ഫാഷൻ സ്റ്റോറിൽ കയറി എടുക്കാതെ ഈ കണ്ട ഡ്രസ്സെല്ലാം അവൾ വാരി വലിച്ചെടുത്തു. പിന്നെ പാവമല്ലേ, ഇഷ്ടപ്പെട്ട് എടുക്കുമല്ലേ, അങ്ങനെ വാങ്ങി. അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡ്, ഇത് അന്നുവിനുള്ള കിഡ്സ് കോംബോ വാങ്ങിയതാണ് അൽബേക്കിന്ന്. അപ്പോൾ കിഡ്സ് കോംബോ വളരെ വേർത്തുമാണ്. അതായത് മിനി ബർഗർ ഉണ്ടാവും, പോപ്കോൺ ചിക്കനും അതുപോലെ തന്നെ മൊയ്റ്റോ ആണുള്ളത്. അപ്പോൾ അത് അന്നുവിനും പിന്നെ അമ്മയ്ക്ക് നമ്മളെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, അത് വോവ് ചൈനീസ് എന്ന് പറയുന്ന കൂപ്പുണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങി നമ്മുടെ ഇന്നത്തെ ഡേ അങ്ങനെ എൻജോയ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോന്നു. ദാറ്റ്സ് ഓൾ ഗൈസ് അബൌട്ട് ദിസ് സൺഡേ. താങ്ക് യു.